ഹായ്. ഇന്ന് വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇന്നലെ പറഞ്ഞതിൻ്റെ ബാക്കി തന്നെ. അതായത് സാന്ത്വന പഠനത്തിൻ്റെ ഭാഗമായി വീടുകളിൽ പോകുമ്പോൾ കാണുന്ന കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഒരു ചെറിയൊരു ടിപ്പ്. അതായത് നമ്മൾ കിടപ്പിലായ രോഗികൾക്ക്, കൈകാലുകൾ അനക്കാൻ പറ്റാതെയൊക്കെ കിടക്കുന്ന രോഗികൾക്ക് ഫിസിയോതെറാപ്പിയൊക്കെ സ്ട്രോക്ക് വന്നവർക്ക് വീട്ടിൽ ചെയ്യാറുണ്ടായിരിക്കാം. അപ്പോൾ ആ ഫിസിയോതെറാപ്പിസ്റ്റ് വന്ന് കഴിഞ്ഞ് ചെയ്തു പോയാലും നമുക്ക് അവരെ സഹായിക്കാൻ സാധിക്കും. എന്താ വെച്ചാൽ കൈകാലുകളിൽ സ്ട്രോക്ക് വരുമ്പം രക്തോട്ടം കുറയാണല്ലോ. ആ മസിലുകൾക്കും ബലം കുറയും, എല്ലാം തളർന്ന് ഒരു നിർജ്ജീവമായി കിടക്കുന്നൊരവസ്ഥയാണ്. ആ അവസ്ഥയിൽ നിന്ന് നമുക്ക് ബെറ്ററായി കൊണ്ടുവരാനായിട്ടാണ് മരുന്നുകളോടൊപ്പം തന്നെ ഫിസിയോതെറാപ്പി ചെയ്യുന്നത്. അപ്പോൾ ഈ ഫിസിയോതെറാപ്പി കാലങ്ങളോളം ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, പൈസയ്ക്ക് ഒരുപാട് ചിലവുള്ളതാണ്. അപ്പോൾ അങ്ങനെയല്ലാതെ ഫിസിയോതെറാപ്പിസ്റ്റ് വന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് കാണിച്ചു തന്നിട്ടുള്ളത് അതെല്ലാം നിങ്ങൾക്ക് ചെയ്യാം. അല്ലാതെ അത് കിടപ്പ് രോഗികളുടെ കാര്യം, ആ കാര്യങ്ങളോടൊപ്പം തന്നെ കിടക്കാതെ കിടപ്പിലാവാത്ത ചില ആൾക്കാരുണ്ട്, അച്ഛനമ്മമാർ വീടുകളിൽ. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. ഞങ്ങൾ ചെല്ലുമ്പോൾ പറയാറുണ്ട്, അച്ഛനും അമ്മയും കിടക്കുള്ളൂ, ഒന്നും കഴിക്കും, അവിടെ വന്ന് കിടക്കും, പിന്നെയും നേരത്തിന് കൊണ്ട് ചെന്ന് വിളിച്ചാൽ മാത്രമാണ് എണീക്കുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളവർ കിടപ്പിലാവാൻ, അതായത് ഒരു അസുഖം ഇല്ലെങ്കിലും പ്രായാധിക്യം കൊണ്ട് കൈകാലുകൾ അനക്കാതെയും മുടിക്കാതെയൊക്കെ ആയിട്ട് കിടപ്പിലായി കുറേ ആൾക്കാരെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഞാൻ പോകുമ്പോൾ കാണാറുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി അപ്പോൾ അങ്ങനെ കിടപ്പിലാവാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? അവരെ ഡെയിലി രാവിലെയും വൈകിട്ടും 2 സമയം അവരുടെ കൈകാലുകളൊക്കെ അനക്കാനായിട്ട്, ഇപ്പോൾ കൈയാണെങ്കിൽ ഇങ്ങനെ നിവർത്തി മടക്കുക, 2-3 തവണയല്ല, ഒരു 10 തവണ 2 കൈയും അങ്ങനെ ചെയ്യുക, കാലും അങ്ങനത്തെ ചെയ്യുക. കൈയിൻ്റെ വിരലുകൾ ഇങ്ങനെ മടക്കുക, നിവർത്തുക, പിന്നെ കൈ ഇങ്ങനെ പൊന്തിക്കുക, അങ്ങനെ ആക്കുക. അപ്പോൾ ഓരോ ഭാഗത്തെയുള്ള ജോയിൻറ്റുകളും കാര്യങ്ങളും എല്ലാം നന്നായിട്ട് അത് സർക്കുലേഷൻ കൂടാനും അവരുടെ എബിലിറ്റി നഷ്ടപ്പെടാതിരിക്കാനും സാധിക്കും. നമ്മളിപ്പോൾ ഒരു വീട്ടിൽ നടക്കുന്ന ഒരു അച്ഛനും അമ്മയാണോ, കിടപ്പിലാവുന്ന ഒരു അച്ഛനും അമ്മയാണോ നമുക്ക് നോക്കാൻ എളുപ്പം? പ്രായമായി വരുമ്പോൾ നമ്മൾ തന്നെ നോക്കണം. അപ്പോൾ കിടപ്പ് ആവാതിരിക്കാൻ വേണ്ടി, അവരുടെ ആ ചലനശേഷി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണത്. എല്ലാ ഭാഗവും, കൈവിരലുകളായാലും കാൽവിരലുകളായാലും നമ്മൾ രാവിലെ ഒരു 10 മിനിറ്റ്, വൈകിട്ടൊരു 10 മിനിറ്റ് അത്രയേ വേണ്ടൂ. അപ്പോൾ അത് നിർബന്ധപൂർവ്വം നിങ്ങൾ മക്കൾ അല്ലെങ്കിൽ കൂടെ ആരാണുള്ളത് അവർ ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലൊരു കാര്യമാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകരിക്കുമെന്ന് കരുതുന്നു. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, ഇതിനെക്കുറിച്ചൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചോളൂ, പറയാം. ഓക്കെ, ബൈ.